guys, welcome back to our YouTube channel. അപ്പോൾ നമ്മൾ ഇന്ന് രാധിക്ക് ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ബേബി ഷവർ കൊടുക്കാൻ വേണ്ടിയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ബേബി ഷവർ നമുക്ക് അടിപൊളിയാക്കാം വരും. ഗൈസ് അപ്പോൾ ഇവിടെ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അത്ര വലുതായിട്ടൊന്നും ഡെക്കറേഷൻ ചെയ്തിട്ടില്ല, നമുക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ടീപ്പോയിലൊക്കെ ആദ്യോട് ഞങ്ങൾ സർപ്രൈസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അവളോട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളിപ്പോൾ വരും ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ കുറേ ബലൂണൊക്കെ ഊതി സിറ്റ് ഔട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മേലോട്ട് അമ്മ കൊണ്ടുവരുന്നുണ്ടായിരുന്നു, കാരണം നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ബലൂൺ വെച്ചു എന്ന് പറഞ്ഞാൽ പോകും. അങ്ങനെ 2-3 എണ്ണമൊക്കെ പറന്നു പോയി, കുറേ 5-6 എണ്ണമൊക്കെ പറന്നു പോയി. അപ്പോൾ അമ്മ കവറിൽ കെട്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ബാക്കിൽ ഇത് അനു 4 ബലൂണും പിടിച്ചിട്ട് വരുന്നുണ്ട് ഗൈസ്. അവൾക്ക് വീഡിയോയിൽ നിൽക്കാൻ മടിയായിട്ട് അവൾ കാണിക്കാത്തതാണ് ഫേസ്. പിന്നെ നമ്മൾ, അതായത് ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തു. പിന്നെ ഞാനും അനുവും കൂടി എടുത്തു. അവൾ ബ്രൈഡിൻ്റെ കണ്ണാടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾ എങ്ങോട്ടോ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് വീഡിയോയിലോട്ടൊക്കെ നോക്കി, പിന്നെ ഇത് എങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് അവിടെ ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ നമ്മൾ അവളുടെ സീറ്റിൽ പോയിരുന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. അതായത് രാധ ഇരിക്കേണ്ട അവിടെ കസേരയിൽ പോയിരുന്നിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ അങ്ങനെ ഇത് രാധ വല്യമ്മ വന്നു കേട്ടോ. എൻ്റെ വല്യമ്മയാണ് രാധീനെ വിളിക്കാറ്. അപ്പോൾ ജസ്റ്റ് വീഡിയോയിൽ അങ്ങനെ പറയുന്നുള്ളൂ, സാധാരണ വിളിക്കുന്ന പോലെ. പിന്നെ അങ്ങനത്തെ അവൾ വന്നു കേട്ടോ. അവൾക്ക് സർപ്രൈസ് കൊടുക്കുന്നതാണ് കണ്ടത് നെട്ടി. അവൾ അത്ര എക്സ്പ്രഷനൊന്നും ഇടുന്നില്ല, എന്നാലും അവൾ നെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അടുത്ത് പറഞ്ഞു ഇത് എന്താണെന്നും പറയായിരുന്നില്ല നേരത്തേന്ന്. പിന്നെ അവളോട് പോയി നമ്മൾ കസേരയിൽ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പോയി കസേരയിലൊക്കെ ഇരുന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. വന്നതും എടുത്തില്ല, കുറച്ച് നേരം കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തു. ഇതേ ക്യാമറ കണ്ടതും ആൾ പോസ് ചെയ്ത് യോന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ മൊമെൻറ്റ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മൾ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഒരു പാവ, പിന്നെ അങ്ങനെ ഫ്ലവർ ബേസ്, പിന്നെ ടീപ്പോയിൽ കുറച്ച് ഡെക്കറേഷൻ, അങ്ങനെ നമുക്കാവുന്നത് പോലെ നമ്മൾ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അധികം ഓവറാക്കി ചെയ്തിട്ടില്ല, മീൻസ് കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ടെറസിൻ്റെ മുകളായ കാരണം ഡെക്കറേഷൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ചുമരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചുമരിൽ വെച്ച് ഡെക്കറേഷൻ ചെയ്യാമായിരുന്നു. പിന്നെ അങ്ങനെ ചെയ്തില്ല, അത്ര ചെറുതായിട്ടേ ചെയ്തുള്ളൂ. പിന്നെ അനു അങ്ങനെ ഇത് ബൊക്കെയൊക്കെ കൊടുത്തു കേട്ടോ. രാധവല്യമ്മയ്ക്ക് അവൾ നാണം വന്ന് ചിരിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ രാധവല്യമ്മ അങ്ങനെ പോയി ഡ്രസ്സ് മാറ്റി ഗൈസ്. പിന്നെ നമ്മൾ അങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസും എടുത്തു. ആ ഡ്രസ്സിൽ തന്നെ ഒരു 50 എണ്ണമെങ്കിലും എടുത്തിട്ടുണ്ടാകും. പിന്നെ ഈ ഡ്രസ്സിലെടുത്തു. പിന്നെ നമ്മുടെ കലാപരിപാടികൾ ആരംഭിച്ചു ഗൈസ്. വേറെ ഒന്നുമല്ല, ഡാൻസ് തന്നെയാണ്. പിന്നെ ഇവരെല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. നല്ല കോമഡി ആയിട്ടുണ്ടായിരുന്നു. ആരും അവരുടെ അടുത്ത് പോ, അവിടെ നിൽക്ക്. പിന്നെ ഇത് അനു മഞ്ചേച്ചിയും കൂടി ഇതേ സൈഡിൽ നിന്ന് എന്താ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു എന്നുള്ളൂ. പിന്നെ ഇത് മഞ്ജു ചേച്ചി രാധവല്യമ്മയ്ക്ക് ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു. നമുക്കും ഫോട്ടോസൊക്കെ എടുത്തു തന്നു. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണാം കേട്ടോ. പിന്നെ
കുറേ നേരം നമ്മൾ ഡാൻസൊക്കെ കളിച്ച് നല്ല എൻജോയ്മെൻ്റായി അടിച്ച് പൊളിച്ചു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ഇത് യൂട്യൂബിലിടാൻ വേണ്ടി ജസ്റ്റ് വീഡിയോ എടുത്താണ് കേട്ടോ. ഫോട്ടോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണല്ലേ. അപ്പോൾ എല്ലാവരും പോയി കാണുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. പിന്നെ അത് ഞാനും അമ്മയും ദക്ഷുവും കൂടി ഫോട്ടോസ് എടുത്തു. ഫസ്റ്റ് ഞാനും അനുവും കൂടി ആയിരുന്നു കേട്ടോ എടുത്തത്. അനു ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലേ? അനു എൻ്റെ ഫ്രണ്ടാണ്, അടുത്ത വീട്ടിലാണ് കേട്ടോ. അതായത് അമ്മമ്മയുടെ വീട്ടിൻ്റെ അടുത്ത വീട്ടിലാണ്, എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ബെസ്റ്റ് ഫ്രണ്ടാണ്. അങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസും എടുത്തു. പിന്നെ നമ്മളെല്ലാവരും കൂടി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. എല്ലാവരും പറഞ്ഞാൽ എല്ലാവരും ഉണ്ടായിരുന്നു. ഇതേ മഞ്ജു ചേച്ചി മാത്രം ഇല്ല കേട്ടോ. മഞ്ജു ചേച്ചിയായിരുന്നു വീഡിയോ എടുത്ത് തരുന്നത്. കാരണം മഞ്ജു ചേച്ചി മാത്രം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറേ സെൽഫി മോഡലൊക്കെ വീഡിയോ എടുത്തു. പക്ഷെ അതൊന്നും രസമില്ല, അത് കാരണം ഞാൻ അത് ഇട്ടില്ല കേട്ടോ. പിന്നെ നമ്മളിനി വളകാപ്പിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. നാളെയോ മറ്റന്നോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ആദ്യം ബേബി ഷവർ ചെയ്തിട്ട് വേണം, ബേബി ഷവർ ഇട്ടിട്ട് വളകാപ്പ് ഇടാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ വളകാപ്പിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഉടനെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തതായിരിക്കും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും പോയി കാണുക കേട്ടോ. പിന്നെ നമ്മൾ രാധി, ഞാൻ, അനു എല്ലാവരും കൂടി എടുത്തു. പിന്നെ നമ്മളെല്ലാവരും കൂടി വീഡിയോസൊക്കെ എടുക്കാമായിരുന്നു. ഇത് യൂട്യൂബിലിടാൻ വേണ്ടി എടുത്താണ് കേട്ടോ. പിന്നെ ഫോട്ടോസൊക്കെ നിറയെ പറഞ്ഞാൽ ഗാലറി ഫുള്ളായി ഗൈസ്. അങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു, മതിയായി. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഉള്ള കാരണം നല്ല രസമുണ്ടായിരുന്നു. ഡാൻസും കളിച്ച് അങ്ങനെ സമയം പോയതൊന്നും അറിഞ്ഞതേ ഇല്ല കേട്ടോ. അങ്ങനെ ഇത് എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുക്കാമായിരുന്നു. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതിന് പറയില്ലേ ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വളകാപ്പിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിട്ടാൽ എല്ലാവരും പോയി കാണുക കേട്ടോ. കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, ഷെയർ ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. പിന്നെ അങ്ങനെ ഇത് നമ്മൾ മഞ്ജു ചേച്ചിയും ഞാനും കൂടി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് മഞ്ജു ചേച്ചിയുടെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും കൂടെ നിറയെ എടുത്തു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.